അരുൺ, മുഖ്യമന്ത്രിക്കെതിരായി പോലും രൂക്ഷമായൊരു വിമർശനവുമായിട്ട് ദീപിക മുഖപ്രസംഗം വരുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ടും ബിഷപ്പുമാർക്കെതിരെ മന്ത്രി നടത്തിയ പ്രസ്താവനയ്ക്കപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ നിലപാടായി വ്യാഖ്യാനിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇതിനെ? അപർണ, സജി ചെറിയാൻ നേരത്തെയും പലതവണ നാവുപിഴയും അല്ലെങ്കിൽ അതിൽ കടന്ന പരാമർശങ്ങളുമായി വിവാദങ്ങൾ ഉണ്ടാക്കിയ ആളാണ്. ഒരു തവണ അദ്ദേഹത്തിന് രാജിവെച്ച് മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകേണ്ടിയും വന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രസ്താവന അങ്ങനെ ഒരു നാവുപിഴയായി മാത്രം കാണാനാകുമോ എന്ന കാര്യം സംശയമാണ്. അതിന് കാരണം ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ BJPയോട് അടുക്കുന്നത് പലപ്പോഴും ഇവിടെ UDF-നും കൂടുതലും അതുപോലെ ഇടതുമുന്നണിക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ അടുത്താൽ ഒരുപക്ഷെ BJPക്ക് കേരളത്തിൽ വളരാനുള്ളൊരു ഘടകമായി കാരണമായത് മാറും. അതുകൊണ്ട് ആ ബന്ധം അത്ര നീണ്ടുപോകാൻ ഇടതുമുന്നണിയും ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല. കോൺഗ്രസും സമാനമായ ആഗ്രഹവും സമീപനവും ഉള്ളവരാണ്. അതുകൊണ്ട് ഒരു ആലോചിച്ചെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായുള്ള വിമർശനമാണോ സജി ചെറിയാന്റേതെന്ന് സംശയിക്കുന്ന ആളുകൾ കുറവല്ല. ഏതായാലും ഇന്ന് രാവിലെ 11:30 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മറ്റു വിഷയത്തിലാണ് കാണുന്നതെങ്കിലും സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിലും ഉണ്ടാകും. അപ്പോൾ CPM-ന്റെ നിലപാടാണോ? അതിന് കാരണം ഇത്രയും സമയമായിട്ടും ഈ സജി ചെറിയാനെ തള്ളിപ്പറയാൻ CPM നേതൃത്വം രംഗത്ത് വന്നിട്ടില്ല. CPM നേതാക്കൾ ആരും തന്നെ സജി ചെറിയാന്റെ പ്രസ്താവനയെ അപലപിച്ചിട്ടില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഇതൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി ഉള്ള പ്രസ്താവനയാണോ എന്ന കാര്യം അറിയേണ്ടതുണ്ട്. ഏതായാലും ശ്രീത്ത് സൂചിപ്പിച്ച പോലെ ഈ പ്രസ്താവന നേരിട്ട് പൊള്ളിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ തന്നെയാണ്. അവർക്ക് അടിയന്തരമായി ഇതിലൊരു നിലപാട് പറയേണ്ടി വരും. അതുകൊണ്ടുകൂടിയാണ് റോഷി അഗസ്റ്റിൻ ഈ നിലപാട് തള്ളുന്നു എന്ന, അല്ലെങ്കിൽ അത് മുന്നണിയുടെ പൊതു അഭിപ്രായമല്ല എന്ന നിലപാടുമായി രംഗത്ത് വന്നു. ഒരുപക്ഷെ CPM നേതൃത്വം സമാന നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത. അതിന് കാരണം കേരള കോൺഗ്രസ് എമ്മിനെ ഇങ്ങനെ വിഷമവൃത്തത്തിലാക്കി മുന്നോട്ട് പോകാൻ CPM ആഗ്രഹിക്കില്ല. ക്രൈസ്തവ സഭയ്ക്കെതിരായ ഏത് നീക്കങ്ങളും നേരിട്ട് മുന്നണിയിൽ ഉണ്ടാകുമ്പോൾ ബാധിക്കുക കേരള കോൺഗ്രസ് എമ്മിനെയാണ്. അതുകൊണ്ട് തന്നെ അവരെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന, അവരുടെ കൂടി ഒരു അഭിപ്രായം അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാകാം ഒരുപക്ഷെ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.